നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശ്വാസികൾ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്? ഒരു വിശ്വാസിയുടെ ആദർശവാക്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും ഒരാൾക്ക് മനസ്സിലാകണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതും മനസ്സിലാവണം. ഖുർആൻ ഒരാൾക്ക് മനസ്സിലാവണമെങ്കിൽ സുന്നത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മനസ്സിലാവണം. നിങ്ങൾക്ക് അറബി അറിയും, ഖുർആൻ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഖുർആൻ മനസ്സിലാവൂല സുന്നത്തില്ലാതെ. പിന്നെ വിശ്വാസികൾ ഒന്ന് അൽ ഈമാനു ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലും റസൂലിലും ഉള്ള വിശ്വാസം, അത് അടിസ്ഥാനമാണ്. രണ്ടാമത്തെ ഇതാഅത്തുല്ലാഹ് വ ഇതാഅത്തുർ റസൂൽ, അത്തിയുല്ലാഹ വ റസൂല, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക, ഇതാഅത്ത് ചെയ്യുക. മൂന്നാമത്തത് ഇത്തിബാഉ സുന്നത്തി റസൂലില്ല, റസൂലുള്ളാഹിൻ്റെ സുന്നത്തിനെ പിൻപറ്റുക, ജീവിതത്തെ പിൻപറ്റുക. നാലാമത്തെ ഭാഗം തഅല്ലും, റസൂൽ ആരാണ് എന്ന് അറിയുക, അതെല്ലാവർക്കും നിർബന്ധമാണ് വിശ്വാസികൾക്ക്. അഞ്ചാമത്തെ കാര്യം ഇക്റാമി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനെ ആദരിക്കുക, ബഹുമാനിക്കുക. ഈ 5 തലങ്ങളും നമുക്ക് വേർപ്പെടുത്താൻ പറ്റില്ല. ഇതിൻ്റെ ഒക്കെ ഭാഗമായി വിശ്വാസിയിൽ എന്തായാലും ഉണ്ടാവേണ്ട ഒന്നാണ് ഹുബ്ബ് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനിയെ സ്നേഹിക്കുക. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തത്തെക്കാൾ, മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, മുഴുവൻ ജനങ്ങളെക്കാളും ഞാൻ അവന് പ്രിയങ്കരനാവുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. വിശ്വാസിയാവണമെങ്കിൽ ഹുബ്ബ് റസൂൽ നിർബന്ധമാണ്. അപ്പോൾ ഹുബ്ബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായാൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ എന്ന് പറയും. ഇപ്പൊ സഹാബത്ത് എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കിയത്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് എന്താണ്? ഒന്നാമത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. രണ്ടാമത് പിന്തുടരപ്പെടേണ്ട ജീവിതമാണ്. ആരുടെ ജീവിതം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. നിങ്ങൾക്ക് നബി തിരുമേനിയിൽ ഉത്തമ മാതൃകയുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ആളുകളോ, അറിഞ്ഞ ആളുകളോ, മനസ്സിലാക്കിയ ആളുകളോ, ഗവേഷണം ചെയ്ത ആളുകളോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് അംഗീകരിച്ചോളണമെന്നില്ല. നബി അവർക്ക് മഹാനായിരിക്കും, പക്ഷെ നബി അവർ പിന്തുടരണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് അല്ലാമ ഇബ്നു സിരീൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ആളുകൾ അവരെല്ലാം രക്ഷപ്പെടും, അവർ നന്മയുടെ ആളുകളായിരിക്കും. അപ്പോൾ ആളുകൾ ചോദിച്ചു, അബൂജഹൽ രക്ഷപ്പെടുമോ? അബൂലഹബ് രക്ഷപ്പെടുമോ? അവരൊക്കെ നബി എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. അപ്പം അതിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു സിരീൻ പറഞ്ഞത്, അവർ കണ്ടത് മുഹമ്മദ് ബിൻ അബ്ദുള്ളയാണ്, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിനെയാണ്. ആ വ്യത്യാസമുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹനല്ല. അപ്പം മൈക്കിൾ എച്ച് ഹാർട്ട് 100 ആളുകളെ കുറിച്ച് പഠിച്ചു. അതിൽ ഏറ്റവും ഒന്നാമനായി അദ്ദേഹത്തിന് തോന്നിയത് ആരാണ്? മുഹമ്മദ് നബിയാണ്. പക്ഷേ മുഹമ്മദ് നബിയെ പിന്തുടരണം എന്ന വിചാരം ആർക്കില്ല? മൈക്കിൾ എച്ച് ഹാർട്ടിനില്ല. കാരണം എന്താണ്? മുഹമ്മദ് റസൂലുള്ളാഹിയെ മനസ്സിലാക്കലും മുഹമ്മദ് എന്ന വ്യക്തിയെ മനസ്സിലാക്കലും വ്യത്യാസമുണ്ട്. ജോൺ അടയാർ എന്ന് പറയുന്ന ലോകത്ത് ഏറ്റവും പ്രശസ്തനായ ട്രെയിനിങ് വിദഗ്ധനാണ്. ഒരു സിറ്റിങ്ങിന് 10-20 ലക്ഷമൊക്കെയാണ് വാങ്ങുന്നത്.
അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിന്റെ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഭരണാധികാരികൾ, ഡിപ്ലോമാറ്റ്സുകൾ, വലിയ വലിയ കമ്പനികളുടെ സിഇഒമാർ അങ്ങനെ ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന, ഡോളറുകൾ വാങ്ങുന്ന അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിന്റെ മൊഡ്യൂൾ ആരാണ്? പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഡോണടയാർന്ന് തോന്നിയിട്ടില്ല, നബിയെ പിന്തുടരണം എന്ന് തോന്നിയിട്ടില്ല. അപ്പൊ നബിയെ പിന്തുടരുക എന്ന് പറയുന്നത് പടച്ച റബ്ബ് നമുക്ക് തരുന്നൊരു തൗഫീഖാണ്. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് നിർബന്ധമാണ്. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റൂ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തിബാഴ് ചെയ്യാൻ. ഇത്തിബാഴ് ചെയ്യൽ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് മാതൃകയാണെന്ന് അംഗീകരിക്കാം. നമുക്ക് ഇഷ്ടമുള്ളതിൽ നബി മാതൃക, ഇഷ്ടമില്ലാത്തതിൽ നബി മാതൃക, ആ പരിപാടിയില്ല. കല്യാണം നടത്തുമ്പോൾ റസൂലാണ് മാതൃക. അതുപോലെ തന്നെ നമസ്കരിക്കുമ്പോൾ റസൂലാണ് മാതൃക. കച്ചവടം നടത്തുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മാതൃക. ഉസ്വത്തുൽ ഹസന. ചില സമയത്ത് നമുക്ക് തോന്നിയതുപോലെയും ചില സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിർത്തുകയും ചെയ്യുന്നത് ശരിയായ സമീപനമല്ല. ഇപ്പൊ കല്യാണത്തിനൊന്നും ലക്കും ലഗാനും ഉണ്ടാവില്ല. പിയാപ്പിള വരുന്നതിനുണ്ടാവില്ല, പുതിയ വരുന്നതിനുണ്ടാവില്ല, അവിടെ വിളമ്പുന്ന ഭക്ഷണത്തിനൊരു അതിലുണ്ടാവില്ല. നിക്കാഹിന്റെ ഒരു സമയത്ത് മാത്രം റസൂല് മുന്നിൽ വരും. ആ പരിപാടി ഇല്ല. ആദ്യം മുതലേ ആര് മുന്നിൽ വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വിശ്വാസിയുടെ അതാണ് ഇത്തിബാഴ് എന്ന് പറഞ്ഞത്. അപ്പോ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരംഗീകരിക്കണം? അതാണ് ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا. എന്തേ ഇപ്പൊ നബി അങ്ങനെ പറഞ്ഞു എന്ന് മനസ്സിൽ തോന്നാതിരിക്കുക. അതാണ് വിശ്വാസത്തിന്റെ ഇത്തിബാഴിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലം എന്ന് പറയും. രണ്ടാൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിൽ ഒരാൾ ഇടപെട്ട് പറയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പരിഹരിക്കേണ്ടത്. ആരാ പറഞ്ഞത്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അതിലെന്ത് പാടില്ല? നോ എന്ന് പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, മനസ്സിൽ വിഷമമുണ്ടാകാനും പാടില്ല. ഇപ്പൊ വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുക്കേണ്ടി വരും, കിട്ടേണ്ടത് ചിലപ്പോൾ കിട്ടും, ഇത്രയും ഉണ്ടാവും. ഇതാണ് ഇത്തിബാഴ് എന്ന് പറഞ്ഞത്. അല്ലാത്ത ഇത്തിബാഴ് വളരെ റിസ്ക് ഇല്ലാത്ത ഇത്തിബാഴാണ്. കാരണം നിസ്കാരത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഴ് ചെയ്യണമെങ്കിൽ വളരെ കുറഞ്ഞ സമയം മതി. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി ഖുദു അന്നി മനാസികക്കും. എല്ലാ കർമ്മങ്ങളിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത്തിബാഴ് ചെയ്യേണ്ടത്. അത് നോമ്പായാലും നമസ്കാരമായാലും ഹജ്ജായാലും സക്കാത്തായാലും ഇടപാടുകളായാലും ബന്ധങ്ങളായാലും നിലപാടുകളായാലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഴ് ചെയ്യുക എന്നതാണ്. ഒരിക്കൽ ജുമാ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രസംഗിക്കുമ്പോൾ കൈകൊണ്ട് കാങ്ങ് കാണിക്കും. അപ്പൊ ദൂരേന്ന് വരുന്ന ഒരാൾ, ഒരു സഹാബിക്ക് തോന്നിപ്പോയി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് എന്ന് ചില റിപ്പോർട്ടുകൾ കാണാൻ കഴിയും. നബി എന്നോട് അവിടെ ഇരിക്കാൻ പറയുന്നത് പോലെ ആർക്ക് തോന്നി? അങ്ങനെ അന്ന് കാർപ്പറ്റ് AC ഒന്നുമില്ല, വെയിലത്തായിരിക്കുക. ജുമാ കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്താ ഇവിടെ ഇരുന്നു? അപ്പൊ നബി എന്നോട് ഇരിക്കാൻ പറഞ്ഞതുപോലെ തോന്നി. അത് തോന്നിയിട്ട് പിന്നെ ഞാൻ മുന്നിലേക്ക് വരുന്നത് താങ്കളോടുള്ള ഒരു അദബുകേടാണ്, മര്യാദയുടെ ലംഘനമായി ഞാൻ മനസ്സിലാക്കി. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം വലിയ കൊട്ടാരത്തിൽ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തെ ക്ഷണിതാവായി വന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ നിലത്ത് കുറച്ച് വറ്റുപോയി. അത് പെറുക്കിയെടുത്ത് ആര് വെട്ടിച്ചു? സൽമാൻ റളിയല്ലാഹു അൻഹു വെട്ടിച്ചു. അപ്പൊ അടുത്തുള്ള ആള് പറഞ്ഞത് അങ്ങനത്തെ ഒരു സദസ്സല്ല, VIP-കളുടെ സദസ്സാണ്, വറ്റൊന്നും പെറുക്കിയെടുത്ത് ഭക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഅ്തുറുകു സുന്നത ഹബീബി ലിഹാദിഹി സുഫഹാ. ഈ വിഡ്ഢികൾക്ക് വേണ്ടി എൻ്റെ ഹബീബിന്റെ സുന്നത്ത് ഞാൻ എന്തിനാ ഒഴിവാക്കുന്നത്? അപ്പൊ ഈ ജാഗ്രതയാണ് ഇത്തിബാഉ സുന്ന. സുന്നത്തിനെ പിൻപറ്റുന്നതിൽ വിശ്വാസികൾക്ക്
ഉണ്ടാവേണ്ട ജാഗ്രത എന്ന് പറയും. അപ്പൊ ഏത് ചെറുത് മുതൽ വലിയ എല്ലാ കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാം. സഹാബികളുടെ കൂട്ടത്തിൽ മുത്തബിഉസ് സുന്ന, സുന്നത്തിനെ ചാണിന് ചാണായി പിൻപറ്റിയിരുന്ന സഹാബി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആളായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നബി എങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. നബി ഇരുന്ന സ്ഥലത്ത് ഇരിക്കും, നിന്ന സ്ഥലത്ത് നിൽക്കും, വിശ്രമിച്ച സ്ഥലത്ത് വിശ്രമിക്കും. എത്രത്തോളം ചോദിച്ചാൽ നബി തിരുമേനി യാത്ര നടത്തുമ്പോൾ ഒരു മരത്തിന്റെ കൊമ്പ് ഇങ്ങനെ താഴ്ന്നു പോയപ്പോൾ നബി അവിടെ എന്ത് ചെയ്തു? കുനിഞ്ഞാണ് പോയത്. ആ മരവും കൊമ്പൊക്കെ പോയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. പക്ഷെ ആ സ്ഥലത്തെത്തുമ്പോൾ ആരെ കുഞ്ഞു പോകും? അബ്ദുല്ലാഹി ബിൻ ഉമർ മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിന മുഹമ്മദുൻ ഖൈറു മൻ യംശി അലൽ ഖദമി. ലോകത്തെല്ലാ മനുഷ്യന്റെ വാക്കും നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാം. വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി, വേണമെങ്കിൽ തള്ളാം. പക്ഷെ ഒരാളുടെ വാക്ക് തള്ളാൻ പറ്റില്ല. ആ തള്ളാൻ പറ്റാത്ത വാക്കിന്റെ ഉടമയാണ്, ജീവിതത്തിന്റെ ഉടമയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതില് കുറച്ച് സ്വീകരിക്കുക, കുറച്ച് ഒഴിവാക്കുക എന്ന് പറയുന്നുണ്ടായാൽ സുന്നത്തിനെ നിരാകരിക്കുന്നതിന് തുല്യമാണ്, സുന്നത്തിന് ഒരാളെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ഇത്തിബാഴ് ചെയ്യാം, ഇതാഅത്ത് ചെയ്യാം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. അനുസരണം സ്നേഹത്തിൽ നിന്നുള്ള അനുസരണമാണ്, സ്നേഹത്തിൽ നിന്നുള്ള അനുസരണമാണ്. കൂട്ടത്തിൽ എല്ലാ കാര്യത്തിലും സ്വന്തമായിട്ട് അഭിപ്രായമുള്ള ഒരാളായിരുന്നു സഹാബികളുടെ കൂട്ടത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ അവിടെ അടങ്ങിക്കുന്ന ആരും റസൂല് പറഞ്ഞാൽ പിന്നെ മറുത്ത് ക എന്നൊരക്ഷരം ആര് പറയില്ല? ഉമർ റളിയല്ലാഹു അൻഹു പറയില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആര് പറഞ്ഞു? ഒരു വിധി സമ്പാദിച്ചിട്ട് ആ വിധി ഇഷ്ടപ്പെടാത്ത ഒരാൾ, നബി തിരുമേനി തീർപ്പ് കൽപ്പിച്ചിട്ട് ഇഷ്ടപ്പെടാത്ത ഒരാള് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് ഇതിനൊരു വിധിയുണ്ട്, അത് വാള് മാത്രമാണ്. നബി തിരുമേനി ഒരു കാര്യം പറഞ്ഞിട്ട് ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് വാളല്ലാതെ വേറൊരു വിധി ഉമറിന്റെ അടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് പറഞ്ഞപ്പോ അതൊരിക്കലും സംഭവിക്കില്ല എന്ന് വിശ്വസിച്ച ആളായിരുന്നു ആര്? അത് പറഞ്ഞ ആളുകളോട് ശകാരിച്ചു. മാത്ത മുഹമ്മദ്, മുഹമ്മദ് മരണപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞപ്പോ ആജാനബാഹുവായൊരു മനുഷ്യൻ ഇങ്ങനെ നിലത്തേക്ക് പതിച്ചു വീണു. ആ മനുഷ്യന്റെ പേരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഖത്താബ്. അപ്പൊ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്നതിൽ മറ്റുള്ളവരെക്കാൾ മുൻപന്തിയിലായിരുന്നു. കാരണം അഭിപ്രായവും സാമർഥ്യമുള്ള ആൾ അനുസരിക്കുമ്പോഴാണ് അനുസരണത്തിന് ശക്തി ഉണ്ടാവുക. ശക്തി ഉണ്ടാവുക. നമ്മളെ ഒരു നേതാവ് പറഞ്ഞാൽ അതൊക്കെ ന്യായീകരിക്കാൻ സൈബർ ഇടങ്ങളിലും മറ്റൊക്കെ ആളുകളുണ്ട്, ഒരേ കടന്നൽ കൂട്ടങ്ങൾ ഉണ്ടാവും. അവരംഗീകരിക്കണതിൽ ഒരു പ്രസക്തി ഇല്ല, ഉണ്ടോ? ഇല്ല. കാര്യശേഷിയുള്ള മനുഷ്യൻ അംഗീകരിക്കുമ്പോൾ അതിന് പ്രസക്തി ഉണ്ട്. ആ കാര്യശേഷിയുള്ള മനുഷ്യരായിരുന്നു നബിയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഉമറിന്റെ ഭരണം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം മഹാത്മാഗാന്ധിക്ക് പറയേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് ഇതാഅത്തുർ റസൂൽ എന്ന് പറയുന്നത് നിനക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിരുപാധികം റസൂലിനെ അംഗീകരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തേട്ടമാണ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി അറിയുക, നബിയെ മനസ്സിലാക്കുക, സീറത്ത് പഠിക്കുക, അതെല്ലാവർക്കും ബാധ്യതയാണ്. ഒന്നാമത് ബാധ്യത ഓരോ വ്യക്തിക്കും അയാളുടെ കീഴിൽ എല്ലാവർക്കും ബാധ്യത ഉള്ള ഒന്ന് ഖുർആൻ പഠിക്കലാണ്. രണ്ടാമത്തെ എന്താണ്? സീറത്തുൻ നബി. അലി റളിയല്ലാഹു അൻഹു പറയാൻ, നിനക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറത്ത്, ചരിത്രം കുട്ടികളെ നീ പഠിപ്പിക്കുക, എങ്കിൽ നിന്റെ കുട്ടികൾ വഴികേടിലാവുകയില്ല. നബിയുടെ ചരിത്രം പഠിക്കണം. രണ്ടാമത് അദ്ദേഹം പറയണത്, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പറയാം. ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിലത്ത് ഭക്ഷണം പോയാൽ നിങ്ങൾക്ക് ആ കുട്ടിയെ ശകാരിക്കാം, അത് ശരിയായ പ്രവൃത്തിയല്ല, ചെയ്യരുതെന്ന് പറയും. പക്ഷേ നിങ്ങൾ ആ കുട്ടിയോട് പറയൂ, ഒരു വറ്റ് കളയുന്നത് ആർക്കിഷ്ടമായിരുന്നില്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിയിലൂടെ കുട്ടി ആരെ സ്നേഹിക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുബ്ബുൻ നബി, കുട്ടികളെ പഠിപ്പിക്കൂ എന്ന് അലി റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വഴി ഒരു കാര്യം എന്ത് ചെയ്യുക? നിരാകരിക്കുന്നത്. രണ്ട് കാര്യമാണ്. ഒന്ന് ഇത്താഴത്തിന്റെ കൂലി ഉണ്ടാവും, രണ്ടാമത് ഹുബ്ബിന്റെ ചരിത്രം. അവ ഹുബ്ബിന്റെ പ്രതിഫലവും അയാൾക്ക് ലഭിക്കും. തഅല്ലും, നബി പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം മുഴുവനായി. ഒരാൾക്ക് പഠിക്കാൻ കുറെ സമയം കാലമൊക്കെ എടുക്കെങ്കിലും സാമാന്യമായൊരു ചരിത്രം നബിയെക്കുറിച്ച് ആർക്കറിയണം? ഒരു വിശ്വാസിക്കറിയണം. വിശ്വാസിക്കറിയണം. സീറത്ത് എന്നാണ് പറയാ, താരീഖ് എന്ന് സാധാരണ പറയും, നബി ചരിത്രത്തിന് പറയാറില്ല. സീറത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇക്റാമു ചെയ്യുക, ആദരിക്കുക. നബി തിരുമേനി ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് വളരെ എളുപ്പമായിരിക്കും. നബി ആദരിക്കുന്ന രീതി എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി. എല്ലാ കാലത്തും നബി ആദരി. ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി. അല്ലാഹ് റസൂൽ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ മുൻകടക്കാതിരിക്കുക, ഓവർടേക്ക് ചെയ്യാതിരിക്കുക. അതാണ് ഇക്റാമിന്റെ ആദ്യത്തെ. ആര് പറഞ്ഞു? നബി പറഞ്ഞു, സമിഅന വഅതഅന. പിന്നെ ഞങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ എന്ത് ചെയ്യണം? അപ്പോ നമുക്ക് ഏത് കാര്യത്തിലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ ഓവർടേക്ക് ചെയ്യാതിരിക്കലാണ് ഇക്റാം റസൂൽ. റസൂലിനെ ആദരിക്കലും ബഹുമാനിക്കലും. അപ്പൊ ഇക്റാം ചെയ്യാന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്റാമിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൻ സല്ലല്ലാ അലൈഹി സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറ. എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അയാൾക്ക് 10 അനുഗ്രഹങ്ങൾ അല്ലാഹു ചെയ്യും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സ്വലാത്ത് ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഒരാൾ പരാമർശിച്ചാൽ അവിടെ സ്വലാത്ത് ചൊല്ലണം. രണ്ടാമത്തത്, അതൊന്നുമില്ലെങ്കിലും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. നബിയോടുള്ള ആദരവിന്റെ അടയാളം, ആദരവിന്റെ അടയാളം. സലഫു സാലിഹ്യങ്ങൾ ഒരു ദിവസം 10 സ്വലാത്തെങ്കിലും ചെല്ലാത്തൊരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നാണ് സലഫു സാലിഹ്യങ്ങൾ പറയാറുള്ളത്. സ്വലാത്തിൽ ഏറ്റവും ഉത്തമമായ സ്വലാത്ത് ഇബ്രാഹിമി സ്വലാത്താണ്, നമസ്കാരത്തിൽ ചെല്ലുന്ന സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സലഫു സാലിഹ്യങ്ങളും പഠിപ്പിക്കാത്തൊരു സ്വലാത്തും നമ്മൾ ചെല്ലേണ്ടതില്ല, അത് പ്രതിഫലാർഹവുമല്ല. ചുരുങ്ങിയ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ഈ സ്വലാത്ത് ഇക്റാമിന്റെ ഭാഗമാണ്. ഇതിന്റെ ഒക്കെ ഭാഗത്തിലൂടെയാണ് ഒരു വിശ്വാസി അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത്, അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടേണ്ടത്. ആ ഇഷ്ടത്തിന്റെ തലം സഹാബികൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഒരാൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് കണക്കൂട്ടാനൊന്നും പറ്റില്ല. ഇവിടെ ഇതിലൊന്നും അതിര് കവിച്ചിലുണ്ടാവാനും പാടില്ല. ഈ ഇത്തിബാ, ഇതാഅത്ത്, ഇക്റാം, ഇതൊക്കെ ഇല്ലാതെ ഒരാൾ നബിനെ അങ്ങനെ സ്നേഹിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നബിയെ സ്നേഹിക്കേണ്ടത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു നബിയെ സ്നേഹിച്ചിട്ടുണ്ട്. എങ്ങനെ സ്നേഹിച്ചു? സ്വന്തം ജീവനേക്കാൾ നബിയെ സ്നേഹിച്ച ആളാണ് സഹാബികളെല്ലാവരും. നബിക്ക് അസുഖമായിട്ട് 2 ആളുടെ ചുമലിൽ താങ്ങിയിട്ട് പള്ളിയിലേക്ക് വരികയാണ്. ഇമാമ് നിൽക്കാൻ നബിക്ക് കഴിയില്ല. അപ്പൊ ബിലാൽ റളിയല്ലാഹുവിനോട് പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹുവിനോട് ഇമാമ് നിൽക്കാൻ പറയൂ. അപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു അത് കേട്ടപ്പോ പറഞ്ഞു, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം അദ്ദേഹത്തിന് മനസ്സിലായി. എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ. തൽഹ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ പരിചയായി കാത്തുരക്ഷിച്ചു. അദ്ദേഹത്തെ രക്തസാക്ഷിയായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, വീണ് കടന്നു, കയ്യും കാലൊക്കെ മരവിച്ചു പോയി, അത്ര അധികം അമ്പ് കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ചിരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എനിക്ക് കാത്തുരക്ഷിക്കാൻ സാധിച്ചു എന്നതാണ് അതിന്റെ നേട്ടമായി മനസ്സിലാക്കുന്നത്. ഒരു സഹാബി വനിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഓടി വരികയാണ് ഉഹദിന്റെ സമയത്ത്. നബിക്ക് പരിക്ക് പറ്റി എന്ന് പറഞ്ഞപ്പോ ബേജാറായിട്ട് വരികയാണ്. ആ സഹാബിയെ തടഞ്ഞു നിർത്തിയിട്ട് പറയാണ്, നിന്റെ
ഭർത്താവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്, മകനും സഹോദരനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഐന ഹബീബി ഹത്ത അൻദുറ ഇലൈഹി, അതൊന്നും എനിക്കൊരു വിഷമല്ല, എന്റെ ഹബീബ് എവിടെയാണ്? എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോയി കണ്ടിട്ട് ആ സഹോദരി പറയാണ്, കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ, നിങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ലോകത്ത് എന്ത് മുസീബത്തുണ്ടായാലും പുല്ലാണ് നമ്മൾ പറയില്ലേ, ഒരു കുഴപ്പമില്ല. ഉഹദിന്റെ രണാങ്കണത്തിൽ ഞാൻ വീണ് കിടക്കുന്ന സമയത്ത് ഞാൻ കണ്ണു തുറന്ന് ബോധം കെട്ടിയിരുന്നാരെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറിവ് പറ്റിയിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോ മൽതഫത്തു യമീനൻ വശിമാലൻ ഇല്ലാ ഉമ്മു അമ്മാറ, ഞാൻ അങ്ങനെ നോക്കുമ്പോ ഒരു സ്ത്രീ ഇങ്ങനെ വാള് കൊണ്ട് ഓടുകയാണ്, എന്റെ പിന്നിലും ചുറ്റിലും എല്ലാം ഓടുകയാണ്. ആരാണ്? ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹാ. 12 കുത്തവർ കേട്ടിട്ടുണ്ട്. ഉമ്മു അമ്മാറിനെ എവിടെ കണ്ടാലും നബി എഴുന്നേറ്റ് നിൽക്കും. എന്റെ ജീവൻ രക്ഷിച്ച ആളാണ്. ആളുകളുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി ഉമ്മു അമ്മാറ എന്ന് പറയുന്ന ധീരയായ വനിതയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്താറുണ്ട്. ശത്രുക്കൾ പരസ്യ പ്രബോധനത്തിന് ആഹ്വാനം ചെയ്ത സമയത്ത് ശത്രുക്കൾ എറിഞ്ഞു, മർദ്ദിച്ചു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ബോധം കെട്ടുപോണു. ബോധം തെളിഞ്ഞപ്പോ എവിടെയാണ് റസൂൽ എന്നാണ് ചോദിച്ചത്. വെള്ളം ചോദിക്കില്ല. എന്നിട്ട് താങ്ങി പിടിച്ചിട്ട് റസൂലിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നബിയെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം വെള്ളം കുടിച്ചത്. ഇങ്ങനെയാണ് അവരൊക്കെ സ്നേഹിച്ചത്. അപ്പൊ ആ സ്നേഹം ഇത്തിബായിൽ നമ്മൾ മുൻപന്തിയിലുണ്ടാവണം, റസൂൽ ആദരിക്കുന്നതിൽ മുൻപന്തിയിലുണ്ടാവണം. അതൊരു വാണിജ്യത്തിന്റെ ഏർപ്പാടല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം മാർക്കറ്റിൽ വിറ്റിട്ട് പൈസ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി അല്ല. അതുപോലെ നബിയുടെ തിരുശേഷിപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് യഥാർത്ഥ സാമിരി ലോകത്ത് കാണിച്ചതാണ്. മൂസ അലൈഹി ഇസ്ലാം തൗറാത്ത് വാങ്ങാൻ പോയപ്പോ സാമിരി പറഞ്ഞു, മൂസ അലൈഹി ഇസ്ലാം ചവിട്ടിയ കാൽപ്പാടിന്റെ മണലിൻ്റെ അടുത്തുണ്ട്, അതിന് വില ഉണ്ട് എന്നാണ് പറഞ്ഞത്. അത് ദീനിന്റെ സംസ്കാരമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ട്. വീണ് കടന്ന ഒരാളുണ്ട്. അത് നബി വഫാത്തായ ദിവസം മദീനയിൽ നബി വന്ന ദിവസത്തിന്റെ അത്ര സന്തോഷമുള്ള ഒരു ദിവസം ദുന്യാവിൽ മദീനയിൽ ഉണ്ടായിട്ടില്ല. നബി മരണപ്പെട്ട വഫാത്തായ ദിവസമുള്ള ഇരുട്ടിനോളം വലിയ ഇരുട്ട് മദീനയിൽ ഉണ്ടായിട്ടില്ല. റളിയല്ലാഹു അൻഹു എല്ലാ സഹാബികളും ഇങ്ങനെ, ചില ആളുകൾ അട്ടഹസിച്ചു, ചില ആൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അന്ന് നമ്മളും ബോധം കെടുണ്ടോ, പായസം ജിലേബിയൊക്കെ തിന്നിട്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉള്ള സ്നേഹം എന്ന് പറയുന്നത് ദുരുപയോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ ബൈഅത്തുർ റിദ്വാന്റെ സമയത്ത് എല്ലാ സഹാബികളും നബിയുടെ കയ്യിൽ കൈവച്ച് പ്രതിജ്ഞ ചെയ്ത സ്ഥലത്ത് ഒരു മരം ഉണ്ടായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? നബിയൊക്കെ വഫാത്തായി. ഉമർ റളിയല്ലാഹുവിന്റെ കാലെത്തിയപ്പോൾ ആളുകൾ ഈ മരത്തിന്റെ തൊട്ട് വന്നിങ്ങനെ വെറുതെ ചുറ്റുവട്ടത്ത് ഇരിക്കാൻ തുടങ്ങി, വർത്താനം പറയാൻ തുടങ്ങി. അപ്പോ ഉമർ റളിയല്ലാഹുവിന് മനസ്സിലായി ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ പല പള്ളിയും വരും എന്ന് മനസ്സിലായപ്പോ ആ മരം അങ്ങോട്ട് വേരോടെ പിഴുതെറിയാൻ ആര് പറഞ്ഞു? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ അത് നബിയും സഹാബത്തും അത്ര എല്ലാ സഹാബികളും ഒരുമിച്ചുന്ന വേറൊരു മരം ലോകത്തില്ല. ഖുർആൻ പറഞ്ഞ മരം വേണമെങ്കിൽ അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് ഒരു ഷെറ മുബാറക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ഷജറ മുബാറക്ക് എന്ന് പേരിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ ആർക്ക് വിൽക്കാം? ഉമർ ഖത്താബിന് വിൽക്കാം. പക്ഷെ അത് സ്നേഹമല്ല, ഇത്തിബാഅല്ല, ഇക്റാമല്ല, ഹുബ്ബല്ല, അത് കച്ചവടം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവന് തുല്യം സ്നേഹിച്ച സഹാബികൾ എന്തൊക്കെയാണോ ഈ ഉമ്മത്തിന് നൽകിയ സന്ദേശം ഏറ്റക്കുറച്ചിലില്ലാതെ ചാണിന് ചാണ്. അന്ത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ബാപ്പാനേക്കാളും ഉമ്മാനേക്കാളും അക്ഷരാർത്ഥത്തിൽ പ്രിയങ്കരൻ ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിങ്ങനെ പറഞ്ഞാൽ പോരാ, പാടിയാലും പോരാ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യം ചെയ്യുമ്പോഴും ഇതിൽ അല്ലാഹ് റസൂൽ എന്ത് പറഞ്ഞു എന്ന് നോക്കിയിട്ട് അതിനെ ചാണിന് ചാണായി പിൻപറ്റാനുള്ള ജാഗ്രതയാണ് മഹബ്ബത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ ഇന്നഹു